ഈ ഡൽഹി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ ജമ്മു കശ്മീരിൽ സ്ഫോടനമുണ്ടായിരിക്കുകയാണ്. നൌഗാം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഈ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 7 പേരാണ് മരിച്ചത്. 27 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. മരിച്ചവരിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ശ്രീനഗർ ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ കെ പ്രശാന്ത് നൽകും. പ്രശാന്ത്, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഈ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നാലെ വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ഞെട്ടലിലാണ്. ഈ സ്ഫോടക വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു രീതി ഉണ്ടാകില്ലേ? അത് പാലിക്കപ്പെട്ടില്ലേ? എന്താണ് ശരിക്കും സംഭവിച്ചത്? ഷിജ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഡൽഹി സ്ഫോടനത്തിന്റെ ഭാഗമായി തന്നെ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ ശ്രീനഗറിലേക്ക് എത്തിച്ചിരുന്നു. നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ എടുത്തത്. ഈ സ്ഫോടക വസ്തുക്കൾ 360 കിലോ അമോണിയം നൈട്രേറ്റ് മുസമ്മിലിന്റെ വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അത് ഈ സർവകലാശാലയ്ക്ക് തൊട്ടടുത്താണ്. ഏകദേശം 300 മീറ്റർ അകലെ മാത്രമാണ് ആ വാടക മുറി ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ അമോണിയം നൈട്രേറ്റിന്റെ 360 കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഈ സ്ഫോടക വസ്തുക്കൾ നൌഗാം പോലീസ് സ്റ്റേഷനിലേക്ക് ശ്രീനഗറിലേക്ക് എത്തിച്ചിരുന്നു. നൌഗാം പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ച് ഇത് പരിശോധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. ഇന്നലെ രാത്രി 11:23 ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെ വിഭാഗവും അതോടൊപ്പം തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ പരിസരത്തുണ്ടായിരുന്നു. ഈ മരിച്ചവരിലും ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ പോലീസുകാരുണ്ട്. ഈ തഹസിൽദാർ ഉൾപ്പെടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും 7 പേർ ഈ ഘട്ടത്തിൽ മരിച്ചു എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിരവധി ആളുകൾക്ക് 27-ലധികം ആളുകൾക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ വലിയ സ്ഫോടനം തന്നെയായിരുന്നു. കാരണം 360 കിലോ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. കാരണം ഡൽഹിയിൽ 60 കിലോ മാത്രമാണ് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ സ്ഫോടനത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ. പ്രദേശം മുഴുവൻ ഈ പൊട്ടിത്തെറിയിൽ കുലുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ള പ്രധാനപ്പെട്ട എന്തിനാണ് ശ്രീനഗറിലേക്ക് നൌഗാമിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ, നൌഗാം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ഈ സ്ഫോടനത്തിന് മുമ്പേ തന്നെ ചില അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിരുന്നു. കാരണം ഡൽഹി സ്ഫോടനം ഇത്രയും ചെറുതായി മാറിയത് പോലും ജമ്മു കാശ്മീർ പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണ്. വളരെ കൃത്യമായി ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക വിഭാഗം കഴിഞ്ഞ കുറേ നാളുകളായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അതായത് ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്ന ചെറിയ നീക്കങ്ങൾ വളരെ കൃത്യമായി അവർ പരിശോധിച്ചിരുന്നു. അങ്ങനെയാണ് ഭീകരവാദ സംഘടനകൾ ജെയ്ഷ് ഇ മുഹമ്മദിനെയൊക്കെ തന്നെ പിന്തുടർച്ചക്കാരായി നിൽക്കുന്ന ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തിയെന്നും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു തുടങ്ങിയെന്നും വിവരം ജമ്മു കാശ്മീർ പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൃത്യമായ പരിശോധന നടത്തുകയും ഈ സൂചിപ്പിച്ച ആദിൽ അഹമ്മദ് അടക്കമുള്ള ആളുകളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തു. അതിൽ ആകെ പിടികിട്ടാനുണ്ടായിരുന്നത് ഉമർ നബി മാത്രമാണ്. പക്ഷേ ഉമർ നബി പിടിക്കുന്നതിന് ഈ സ്ഫോടനം ഉണ്ടാകുന്നതിന് മുമ്പേ ജമ്മു കാശ്മീർ പോലീസിന്റെ ഒരു എക്സ്പോസ്റ്റ് വന്നിരുന്നു. അതിൽ അവർ വളരെ കൃത്യമായി പറഞ്ഞു, ഓടാവുന്നത്രയും ഓടിക്കോളൂ, പിന്നാലെ ഞങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു ആ ജമ്മു കാശ്മീർ പോലീസ് അന്ന് ആ സമയത്ത് പറഞ്ഞത്. അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകമാണ് ഡൽഹിയിൽ ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതായത് ജമ്മു കാശ്മീർ പോലീസിന്റെ ഈ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എത്രത്തോളം കൃത്യമായി പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ അവിടേക്ക് എത്തുന്നത്. കാരണം നൌഗാം പോലീസ് സ്റ്റേഷനിൽ നിരവധിയായ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം ജെയ്ഷ് ഇ മുഹമ്മദുമായി ബന്ധപ്പെട്ട് അവരെ അനുകൂലിക്കുന്ന പോസ്റ്ററുകളടക്കം ജമ്മു കാശ്മീരിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ശ്രീനഗറിൽ പ്രശാന്ത്, ഈ സംഭവം അതിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ കൈകാര്യം ചെയ്തതിലെ വീഴ്ചയാണോ? ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടേണ്ടതില്ലേ? ശ്രീജ, ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ സുരക്ഷാ സേനയുടെ കൈവശമാണ്. അവർ പൂർണ്ണമായും ആ പ്രദേശം അടച്ചിട്ടുണ്ട്. കൃത്യമായി പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അന്വേഷണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നെങ്കിൽ മാത്രമാണ് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഏതായാലും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കൃത്യമായി അതറിയാവുന്ന വിഭാഗം തന്നെയാണ് ഇത് പരിശോധിച്ചത്. പക്ഷേ ഒരുപക്ഷെ ഇവിടെ നിന്ന് ശ്രീനഗറിലേക്ക് എത്തിച്ച് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയപ്പോഴുണ്ടായിരുന്ന അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളാണ്. അതിലെന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പക്ഷേ ഏതായാലും ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നു. കാരണം ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സാമ്പിളുകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ഈ വസ്തുക്കൾ എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.